ജനാർദ്ദനക്കുറിപ്പാണ്. വാശിയോഗവും പഞ്ചതത്വം എന്നുള്ളതിൽ രുദ്രയാമളം മഹാഗുരു പ്രകരണം സർവചക്രാനുഷ്ഠാനത്തിൽ പേജ് 39 ശിഷ്യൻ്റെ പ്രണാമം. ഇതിലെ ഗുരുവിൻ്റെ ലക്ഷണങ്ങളും ശിഷ്യൻ്റെ ലക്ഷണങ്ങളുമാണ് പറഞ്ഞത്. ഇവിടെ ശിഷ്യൻ്റെ പ്രണാമം. ഗുരുവും ശിഷ്യനും ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ 3 സന്ധ്യകളിലും ഗുരുവിനെ കണ്ട് നമസ്കരിക്കണം. ഒരു ക്രോശത്തിനകമാണെങ്കിൽ ഒരു തവണ നിത്യവും പ്രണമിക്കണം. അരയോജന അകലെയാണെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ വന്നത് വേണം. 1 മുതൽ 12 യോജന അകലെയാണെങ്കിൽ അകലത്തിനനുസരിച്ച് മാസങ്ങളിൽ വന്നു കണ്ട് ഗുരുവിനെ തൊഴുത് നമസ്കരിക്കണം. ഗുരുവിൽ ഭക്തിയുള്ള ബ്രാഹ്മണൻ 1 വർഷം കൊണ്ട് ശിഷ്യനുള്ള യോഗ്യതകൾ നേടുന്നു. ക്ഷത്രിയൻ 2 വർഷം കൊണ്ടും വൈശ്യൻ 3 വർഷം കൊണ്ടും ശൂദ്രൻ 4 വർഷം കൊണ്ടും ശിഷ്യനാവാൻ കഴിവ് നേടുന്നു. മന്ത്രദീക്ഷാ വിചാരം. ഭാഗ്യം കൊണ്ട് ഇതിനു മുമ്പ് ഏതെങ്കിലും സിദ്ധമന്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ വിധത്തിൽ ഗ്രഹിച്ച് സ്വാധീനത്തിലാക്കണം. മുത്തശ്ശന്മാർ ഒഴിച്ച് എല്ലാവരോടും ഗുരുചിന്ത ചെയ്യണം. അറിവില്ലായ്മ കൊണ്ടോ തെറ്റുകൊണ്ടോ ഗുരുവിചാരമില്ലാത്ത ഗുരുവിൽ നിന്നും മന്ത്രം നേടുന്നവൻ പ്രായശ്ചിത്തം ചെയ്യണം. എന്നിട്ട് ദീക്ഷ വാങ്ങണം. സാവിത്രി മന്ത്രമോ ജഗത്പതി വിഷ്ണുവിൻ്റെ മന്ത്രമോ പ്രണമോ 1 ലക്ഷം ജപിക്കുന്നതാണ് പ്രായശ്ചിത്തം. ഇത്രയും ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ 10,000 മന്ത്രം ഗായത്രി ജപിക്കണം. കാരണം ദശസഹസ്രം ഗായത്രി മന്ത്രജപം കൊണ്ട് എല്ലാ കൽമഷവും നശിക്കുന്നതാണ്. ഗായത്രി വിശേഷം. ഗായത്രി എല്ലാ ഛന്ദസ്സുകളുടെയും മാതാവാണ്. അത് പാപപ്രവൃത്തികൾക്കുള്ള ആഗ്രഹങ്ങളെയെല്ലാം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എൻ്റെ പ്രകാശപൂർണമായ മൂർത്തിയാണ്. അത് പശുഭാവ വിവർജിതമാണ്. ഫലോത്ഭവ പ്രകരണ രൂപത്തിൽ ബ്രഹ്മദേവൻ രാത്രിയിൽ ഗായത്രി ചൊല്ലുന്നു. ഭാഗ്യം കൊണ്ട് സിദ്ധമന്ത്രവും ഗുരുവിനെയും കിട്ടിപ്പോയാൽ ആ സമയം അഷ്ടൈശ്വര്യങ്ങളുടെയും സിദ്ധിക്ക് വേണ്ടി അദ്ദേഹത്തിൽ നിന്നും ഗായത്രി ദീക്ഷ സ്വീകരിക്കണം. പിതാവിനാൽ നൽകപ്പെടുന്ന മന്ത്രം നിർബീജമായിത്തീരുന്നു. എന്നാൽ ശിവമന്ത്രത്തിനും ശക്തിബീജത്തിനും ഈ ദോഷമില്ല. കുലീനനും കുലപണ്ഡിതനുമായ ജ്യേഷ്ഠപുത്രന് ഇത് നൽകുന്നതുകൊണ്ട് ദ്രോഹമൊന്നുമില്ല. കുലീന ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്ത് ശിഷ്യന് കുലേശ്വരൻ മഹാമന്ത്രം നൽകുന്നതുകൊണ്ട് ആ സമയം മുക്തി നേടുന്നു. ഇത് സത്യമാണ്, ഇതിൽ സംശയമില്ല. ദീക്ഷ കൊടുക്കരുതാത്തവൻ. കനിഷ്ഠപുത്രൻ, സഹോദരൻ, ശത്രുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ, മാതാമഹൻ, പിതാവ്, യതി, വനവാസി, ആശ്രമധർമ്മരഹിതൻ, ദുഷ്ടന്മാരോടുകൂടി നടക്കുന്നവൻ, സ്വന്തം കുലത്തിൻ്റെ ശക്ത സമ്പ്രദായം ഉപേക്ഷിച്ചവൻ എന്നിങ്ങനെയുള്ളവർ ഉപേക്ഷിക്കണം. മറ്റുള്ള ശിഷ്യന്മാർക്ക് ദീക്ഷ കൊടുക്കണം. മന്ത്രസ്വീകാരം. വിരോധികൾക്ക് മന്ത്രം നൽകുന്നതുകൊണ്ട് കാമനകളും ഭോഗങ്ങളും നശിക്കുന്നു. സിദ്ധമന്ത്രങ്ങൾ പ്രാധാന്യമില്ലാത്ത ഗുരുക്കന്മാരിൽ നിന്ന് പോലും സ്വീകരിക്കണം. സദ്ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങുന്നവർക്ക് അഷ്ടൈശ്വര്യങ്ങൾ നേടുന്നതിനും വിജയം പ്രാപിക്കുന്നതിനും ഉത്തമമാണ്. സ്വപ്നത്തിലോ സ്ത്രീയിൽ നിന്നോ കിട്ടുന്ന മന്ത്രങ്ങൾ മന്ത്രസംസ്കാരം ചെയ്തു വേണം സ്വീകരിക്കാൻ. സ്വാധി സദാചാര സമ്പന്ന ഗുരുഭക്ത, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവൾ, എല്ലാ മന്ത്രങ്ങളുടെയും അർത്ഥതത്വങ്ങൾ അറിയുന്നവൾ, സുശീല, പൂജകളിൽ നിർദ്ദയായവൾ, സർവലക്ഷണ സംയുക്ത, ജപം നടത്തുന്നവൾ, കമലനയന, രത്നാലങ്കാര സംയുക്ത, ഭുവനമോഹിനിയായ സുന്ദരി, ശാന്ത, കുലീന, കുലജ, ചന്ദ്രമുഖി, എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയുള്ളവൾ, അനന്തഗുണസമ്പന്ന, രുദ്രത്വം നൽകാൻ കഴിയുന്ന സ്നേഹവതി, ഗുരുരൂപ, മുക്തിദാത്രി, ശിവജ്ഞാന നിരൂപണം ചെയ്യുന്നവൾ എന്നിവയെല്ലാം ഗുരുവായി തീരാൻ യോഗ്യതയുള്ളവരാണ്. എന്നാൽ വിധവയെ വർജിക്കും. സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന ദീക്ഷ ശുഭാവഹമാണ്. അവരിൽ നിന്നും കിട്ടുന്ന മന്ത്രത്തിനും 8 ഇരട്ടി ശക്തിയുണ്ട്. പുത്രിണി വിധവയിൽ നിന്നും കൂടി മന്ത്രദീക്ഷ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ പുത്രനില്ലാത്ത വിധവയിൽ നിന്നുള്ള ദീക്ഷ ഋണകാരിണിയാണ്. എന്നാൽ സിദ്ധമന്ത്രമാണെങ്കിൽ വിധവയുടെ മുഖത്ത് നിന്ന് നേരിട്ട് സ്വീകരിക്കാം. അത് സഫലമായിത്തീരും. അമ്മയിൽ നിന്ന് നേടുന്ന ദീക്ഷ 8 ഇരട്ടി ഫലപ്രദമായിരിക്കും. ഭർത്താവും പുത്രനുമുള്ള സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം നൽകുക സിദ്ധമന്ത്രവും 8 ഇരട്ടി ഗുണം ചെയ്യും. ഗുരുപരമ്പരയാൽ മന്ത്രദീക്ഷ ചെയ്യപ്പെട്ട അമ്മ സ്വന്തം പുത്രന് മന്ത്രം നൽകിയാലും 8 സിദ്ധികളും പ്രാപിക്കാൻ ഇടയാക്കുന്നതാണ്. ഭക്തിമാർഗത്തിൽ സംശയം വേണ്ട. അമ്മ മകന് മന്ത്രദീക്ഷ നൽകുന്നത് വളരെ ദുർലഭമാണ്. ആദ്യം ഭക്തിയും പിന്നെ മുക്തിയും നേടുന്ന സാധകൻ 1000 കോടി വിദ്യകളുടെയും അർത്ഥം അറിയുന്നവനാകും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. അമ്മയിൽ നിന്ന് സ്വപ്നത്തിൽ ശുദ്ധമന്ത്രം നേടുന്നവൻ മറ്റാരുടെയെങ്കിലും മന്ത്രം സ്വീകരിച്ചാൽ അവൻ അസുരനായിത്തീരും. അമ്മ സ്വയം മന്ത്രം നൽകാൻ ഉദ്യുക്തയായാലും സിദ്ധി നേടും. മന്ത്രത്തിൻ്റെ വിചാരം മാത്രമേ ആ സമയം ചെയ്യാൻ പാടുള്ളൂ. ശ്രീ ലളിത, കാളി, മഹാവിദ്യ എന്നിവരുടെ മഹാമന്ത്രങ്ങൾ ആരെങ്കിലും സ്വയം ഉപദേശിക്കുകയാണെങ്കിൽ ഗുരുവിൻ്റെ ചിന്ത ആവശ്യമില്ല. സ്വയം ഉപദേശിക്കപ്പെട്ട അയാൾ സർവ്വപ്രകാരത്തിനുള്ള സിദ്ധി നേടി 1 വർഷത്തിനകം ദേവദർശനം സാധിക്കും. മഹാവിദ്യാ സാധനയിൽ കാളി കൽപ്പലതയുടെ ദേവിയാണ്. ഗുരുവിൽ വിശ്വാസമുള്ളവനും ഈ മന്ത്രത്തിൽ ഗുരുവിനെ ചിന്തിക്കേണ്ടതില്ല. ഉത്തമ സാധൻ വേഗം മന്ത്രഗ്രഹണം നടത്തി അനന്തകൂടി പുണ്യം നേടണം. സാധകൻ പറഞ്ഞ വിധം ചക്രസാര വിചാരം ചെയ്ത് മന്ത്രഗ്രഹണം ചെയ്താൽ അവൻ 100 കണക്കിന് ജന്മങ്ങൾ ശ്രീ വൈകുണ്ഠ നഗരിയിൽ വസിക്കുന്നു. മഹാദേവ ആനന്ദഭൈരവൻ മഹാദേവിൽ നിന്ന് കേട്ട ഈ വിശേഷങ്ങൾ കേട്ട് ആനന്ദ പുളികതന്
പുളകിതനായി ഉല്ലാസിത ശരീരനായി തൻ്റെ ചക്രവും വരമുദ്രയും ചേർന്ന കൈത്തലം ഭഗവതിയുടെ അടുത്തേക്ക് നീട്ടി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷരവും പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ പ്രദാനം ചെയ്യുന്നതും അത്യന്ത അത്ഭുത ഫലം നൽകുന്നതുമായ ഷോഡശ ചക്ര മാഹാത്മ്യം അറിയുന്നതിനായി ഭൈരവിയോട് പറഞ്ഞു. ഇനി നാളെ ദീക്ഷാവധി. നമഃ ശിവായ.